രണ്ടാം അധ്യായം. കർത്താവായ ദൈവമേ, നിന്നെ എങ്ങനെയാണ് ഞാൻ വിളിക്കുക? എന്തുകൊണ്ടെന്നാൽ നിന്നെ വിളിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ വിളിക്കുന്നത്. എന്നാൽ എൻ്റെ ദൈവത്തിന് എന്നിലേക്ക് എഴുന്നള്ളി വരുവാൻ എന്നിൽ സ്ഥലം എവിടെ? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിന് എഴുന്നള്ളിയിരിക്കുവാൻ എൻ്റെ ഉള്ളിൽ സ്ഥലം എവിടെ? സർവേശ്വര, എൻ്റെ ദൈവമേ, നിന്നെ ഉൾക്കൊള്ളുവാൻ മതിയാകുന്ന ഏതെങ്കിലും സ്ഥലം എന്നിലുണ്ടോ? ഞാൻ ഉൾപ്പെടുന്നതും നീ സൃഷ്ടിച്ചതുമായ ചരാചരങ്ങൾക്ക് പോലും നിന്നെ ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ? അഥവാ അസ്തിത്വമുള്ള യാതൊന്നിനും നിന്നെ കൂടാതെ സ്ഥിതി ചെയ്യുവാൻ കഴിവില്ലാത്തതിനാൽ ഉള്ളവയിലെല്ലാം നീ അന്തർഭവിച്ചിരിക്കുകയാണോ? നീ എന്നിലില്ലെങ്കിൽ എനിക്ക് അസ്തിത്വമില്ല. എന്നാൽ അസ്തിത്വം ഇപ്പോൾ എനിക്കുണ്ട്. ആ നിലയ്ക്ക് എന്നിലേക്ക് നീ എഴുന്നള്ളി വരണമെന്ന എൻ്റെ ആഗ്രഹത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? പാതാളത്തിലേക്ക് ഞാൻ വീണു പോയിട്ടില്ല, എന്നാൽ അവിടെ പോലും നീ സന്നിഹിതനാണ്. ഞാൻ പാതാളത്തിലിറങ്ങിയാൽ നീ അവിടെയുണ്ട്. ആകയാൽ ദൈവമേ, നീ എന്നിലില്ലാത്ത പക്ഷം ഞാൻ ഉണ്ടായിരിക്കുകയില്ല, ഒരിക്കലുമില്ല. സകല വസ്തുക്കളും ആരിൽ നിന്നും ആരു മുഖേനയും ആരിലുമാകുന്നുവോ ആ നിന്നിലല്ലാതെ എനിക്ക് അസ്തിത്വം അശേഷമില്ല. അതേ പ്രഭു, അങ്ങനെ തന്നെയാണ്. എൻ്റെ അസ്തിത്വം പോലും നിന്നിലാണെങ്കിൽ പിന്നെ എങ്ങോട്ടാണ് നിന്നെ ഞാൻ ക്ഷണിക്കുക? എവിടെ നിന്നാണ് എന്നിലേക്ക് നീ എഴുന്നള്ളി വരിക? ആകാശത്തിലും ഭൂമിയിലും ഞാൻ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് അരുളി ചെയ്യുന്ന ദൈവം എന്നിലേക്ക് എഴുന്നള്ളി വരുവാൻ ഞാൻ ആകാശത്തിനും ഭൂമിക്കും അപ്പുറത്ത് എവിടെ പോകും?